കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ആരാധകർ സ്നേഹത്തോട് ആശാൻ എന്ന് വിളിക്കുന്ന ഇവാൻ വുക്കമനോവിച്ച്. 2021 സെർബിയക്കാരനായ ഇവാൻ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നത്. 3 വർഷം തുടർച്ചയായി ക്ലബിന് പ്ലേ ഓഫ് യോഗ്യത നേടിക്കൊടുത്തെങ്കിലും കിരീടത്തിലേക്ക് എത്താനായില്ല. ആദ്യ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലെത്തിക്കാൻ ഇവാന് സാധിച്ചിരുന്നു. തൊട്ടടുത്ത വർഷം ക്ലബിന്റെ ISL ചരിത്രത്തിലെ ഉയർന്ന പോയിന്റും കൂടുതൽ ഗോളെന്ന റെക്കോർഡും സ്വന്തമാക്കി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ക്ലബിന്റെ മുന്നേറ്റത്തിൽ പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഇത്തവണ സീസൺ ഗംഭീരമായി തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് താരങ്ങളുടെ പരിക്കാണ് തിരിച്ചടിയായത്. കളിക്കളത്തിൽ താരങ്ങളെക്കാൾ ആരാധക പ്രീതി കോച്ചിന് ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ മറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാരേക്കാൾ ആരാധകരെ ഉണ്ടായിരുന്നത് പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചിനാണ്. ക്ലബിനെ തുടർച്ചയായ 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകൻ കൂടിയാണ് ഇവാൻ. കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫിലെ വിവാദ സംഭവങ്ങൾക്ക് ശേഷം ആദ്യ മത്സരങ്ങൾ വിലക്ക് മൂലം ഇവാന് നഷ്ടപ്പെട്ടിരുന്നു. വിലക്ക് പൂർത്തിയായി ഡഗ്ഔട്ടിൽ മടങ്ങിയെത്തിയ മുഖ്യ പരിശീലകൻ ഇവാന് വമ്പൻ സ്വീകരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. ഒരു കളിക്കാരന് പോലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊരു പിന്തുണ നൽകിയിട്ടുണ്ടാവില്ല. ആരാധകർ വലിയ ഞെട്ടലോടെയാണ് ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സുമായി വിട പറഞ്ഞ വാർത്ത കേട്ടത്. പരിശീലകനായ ഇവാൻ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുണ്ടാവുമെന്നാണ് കരുതിയത്. ബ്ലാസ്റ്റേഴ്സും കേരളവും എനിക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു ടീമിനും നൽകാൻ കഴിയില്ല. മറ്റു ടീമിലേക്ക് പോയാൽ കൂടുതൽ പ്രതിഫലം ലഭിച്ചേക്കാം. പക്ഷേ ഇവിടം എനിക്ക് സ്പെഷ്യലാണ്. വിലക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആരാധകർ നൽകിയ സ്നേഹം എന്നെ കണ്ണുകൾ നനയിച്ചു. അവരോട് എനിക്കെന്നും കടപ്പാടുണ്ട്. വൈകാരികമായ സ്നേഹമാണ് ബ്ലാസ്റ്റേഴ്സും ഫാൻസും എനിക്ക് സമ്മാനിക്കുന്നത്. മറ്റൊരു ടീമിനും അത് നൽകാൻ കഴിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സീസണിന്റെ തുടക്കത്തിൽ ഇവാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.